അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന RSSനും BJPക്കും ഇടയിലുള്ള ഭിന്നത ഇതാദ്യമായി പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ, BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയെ പരസ്യമായി പരിഹസിക്കുന്ന ഒരു ഒളിയമ്പുമായി RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു RSS പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് മോഹൻ ഭാഗവത് മോദിയുടെ ഒരു മുൻകാല പരാമർശത്തെ അതിരൂക്ഷമായി പരിഹസിച്ചത്. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താനൊരു ജൈവികമായ പിറവിയല്ല എന്നും തന്നെ ദൈവം അയച്ചതാണ് എന്നുമൊക്കെ പറയുകയുണ്ടായി. ഇതിനെ പരിഹസിച്ചാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരാളുടെ പ്രവൃത്തി കാണുന്ന ജനമാണ് അയാളെ ദൈവമെന്ന് വിശേഷിപ്പിക്കുക എന്നും ആരും സ്വയം ദൈവമെന്ന് വിളിക്കാറില്ല എന്നുമാണ് മോഹൻ ഭാഗവതിന്റെ വിമർശനം. ഇത് നരേന്ദ്രമോദിയെ നേരിട്ടുന്നം വയ്ക്കുന്ന ഒരു ഒളിയമ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാദ്യമായാണ് RSSന്റെ മേധാവി തന്നെ മോദിയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഒളിയമ്പുമായി രംഗത്ത് വരുന്നത് എന്നത് ഈ സംഭവത്തിന്റെ പ്രാധാന്യം ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത ഓഗസ്റ്റ് 21 പുറത്തു വന്നിരുന്നു. ഓഗസ്റ്റ് 21 RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബുദ്ധിജീവിയും BJP നേതാവുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു. ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത്, സെപ്റ്റംബർ 17 75-ാം വയസ്സിലേക്ക് കടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS പ്രചാരകരുടെ സംസ്കാരത്തിനനുസരിച്ച് മാർഗദർശൻ മണ്ഡലിലേക്ക് വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ പ്രധാനമന്ത്രി കസേര നഷ്ടപ്പെടുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു നേതാവ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്, അതായത് 75 വയസ്സ് തികയുന്ന മോദി വിരമിക്കുക എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറയുകയുണ്ടായി, 75 വയസ്സെത്തിയാൽ BJPയിൽ വിരമിക്കണം. അത് മോദി കൊണ്ടുവന്ന നിയമമാണ്. ആ നിയമത്തിലൂടെയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനായ LK അദ്വാനി എന്നും BJPയുടെ സ്ഥാപക നേതാവിനെയും മുരളി മനോഹർ ജോഷി എന്ന BJPയുടെ ഒരു കാലത്തെ നട്ടലിനെയും ഒക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും എന്നേക്കുമായി നീക്കി നിർത്തിയത്. ആ നിബന്ധന തന്നെ മോദിക്ക് വീണ്ടും വിനയായി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിബന്ധന തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയും മോദിയെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്, ഇത്തവണ മോദി വോട്ട് തേടുന്നത് തനിക്കു വേണ്ടിയല്ല, പകരം തൻ്റെ പിൻഗാമിയായിട്ടുള്ള അമിത്ഷായ്ക്ക് വേണ്ടിയാണ് എന്ന് തന്നെയായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ആ വാക്കുകൾ സത്യമാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി ഓഗസ്റ്റ് 21 പുറത്തുവിട്ട ആ ട്വീറ്റും അതോടൊപ്പം ഇപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ പരസ്യ പരിഹാസവും. നേരത്തെ മറ്റൊരു വിഷയത്തിലും മോദി സർക്കാരിന് വിരുദ്ധമായ, BJPക്ക് വിരുദ്ധമായൊരു നിലപാട് RSS സ്വീകരിച്ചിരുന്നു. അത് ജാതി സെൻസസിൻ്റെ കാര്യത്തിലാണ്. ജാതി സെൻസസ് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യവുമാണ്. അവർ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ജാതി സെൻസസ് എന്നത്. എന്നാൽ ആദ്യമായി ജാതി സെൻസസിന് അനുകൂലമായി RSS ഒരു നിലപാട് സ്വീകരിക്കുന്നു. RSSന്റെ മുഖ്യ വക്താവായിട്ടുള്ള സുനിൽ അംബേദ്കർ ആദ്യമായി ജാതി സെൻസസിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇത്രയും കാലം BJP പറഞ്ഞിരുന്നത് ജാതി സെൻസസ് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസ് തന്ത്രമാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ തന്ത്രമാണ് എന്നൊക്കെയാണ്. പക്ഷേ RSS തന്നെ ആദ്യമായി ജാതി സെൻസസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ BJP സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലാകുന്നുണ്ട്. കാര്യം നിലവിൽ തന്നെ 2 BJP സഖ്യകക്ഷികൾ ജാതി സെൻസസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട JDUവും മറ്റൊന്ന് LJP എന്ന ലോക് ജനശക്തി പാർട്ടി. ഇരു പാർട്ടികളും ജാതി സെൻസസിന് അനുകൂല നിലപാടാണ്. അതുകൊണ്ട് തന്നെ BJPയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാട് എന്തുകൊണ്ട് RSS ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ എടുത്തു എന്നൊരു ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. എന്തായാലും RSSന്റെ നയങ്ങൾ അല്ലെങ്കിൽ RSSന്റെ തീരുമാനങ്ങൾ തന്നെയാണ് ഇത്തവണ BJPക്ക് ഒരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉത്തർപ്രദേശ്.
ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. BJPയും RSSും തമ്മിൽ ഉത്തർപ്രദേശിൽ അകലുകയാണ്. ഉത്തർപ്രദേശിന്റെ ഒരു പ്രത്യേകത, RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ RSSും BJPയും തമ്മിൽ അകലുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യം ആ ഘട്ടത്തിൽ നേടിയിരുന്നു. ആ വാർത്തയുടെ ഫലം എന്താണെന്ന് ജനം അറിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴാണ്. 2014-ലും 19-ലും 71-ഉം 62-ഉം സീറ്റ് നേടിയ BJP വെറും 33 സീറ്റിലേക്ക് ഇത്തവണ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ RSSന്റെ തെരഞ്ഞെടുപ്പ് വേളയിലെ നിഷ്ക്രിയത്വത്തിന് അതിൽ വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം BJP അവരുടെ ഏറ്റവും വലിയ പദ്ധതിയായി അവതരിപ്പിച്ച, മോദി തൻ്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോലും BJP 50,000-ലേറെ വോട്ടിന് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ RSSും BJPയും 2014-ലെ പോലെയോ 2019-ലെ പോലെയോ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ല എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻ ഭഗവത് ഒരു പരസ്യ വിമർശനം ഉന്നയിക്കുന്നത്. ഈ നേരത്തെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ പല കുറി മോദി സർക്കാരിനെയും BJP നേതൃത്വത്തെയും അവരുടെ നയങ്ങളെയും വിമർശിക്കുന്ന ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതൊന്നും തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമുക്ക് കാണാൻ അത്ര സാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. എന്തായാലും ഇത്തവണ ഒരു കാര്യം വ്യക്തമാണ്, മോദിക്ക് 75 വയസ്സ് തികയുന്നു എന്നത് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ RSS തയ്യാറെടുക്കുകയാണ്. നരേന്ദ്രമോദി ഒരു വിരമിക്കലിന് തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യം ഇതിനോടകം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ആ പ്രതിസന്ധി, RSSുമായുള്ള പ്രതിസന്ധി മോദി തരണം ചെയ്യാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ഒരു വശത്ത് പ്രതിപക്ഷം ശക്തി പ്രാപിച്ചു വരുന്നത്. പ്രതിപക്ഷത്തിന്റെ വലിയ ആവശ്യമായ ജാതി സെൻസസിന് RSS പോലും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനോടകം തന്നെ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ നിന്നും മോദി സർക്കാർ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറേണ്ടതായി വന്നു. അത് ലാറ്ററൽ എൻട്രിയുടെ കാര്യത്തിലാണ്. ലാറ്ററൽ എൻട്രി എന്ന രൂപത്തിൽ റിസർവേഷൻ അടക്കം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ പല പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും തലപ്പത്ത് സ്വകാര്യ മേഖലയിൽ നിന്നും ആളുകളെ നിയമിക്കാൻ മോദി സർക്കാർ UPSC വഴി ഒരു വിജ്ഞാപനം പുറത്തുവിട്ടിരുന്നു. ഈ വിജ്ഞാപനത്തിനെതിരെ പ്രതിപക്ഷ സഖ്യം ഒന്നാകെ പ്രതിഷേധിച്ചതോടെ ആ തീരുമാനത്തിൽ നിന്നും ആദ്യമായി മോദി സർക്കാർ പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ RSS ഇതേ നിലപാട് UPയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലിച്ച അതേ നിലപാടാണ് പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായും ഹരിയാനയിലും BJPക്ക് അധിപരും എന്ന കാര്യത്തിൽ സംശയമില്ല. ജമ്മു കാശ്മീരിൽ നിലവിൽ തന്നെ BJPയുടെ സ്ഥിതി വളരെ ഗുരുതരമാണ്. ഒരു തവണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ശേഷം അത് പിൻവലിക്കാൻ, ചരിത്രത്തിലാദ്യമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ BJP നിർബന്ധിതരായ ഒരു അവസ്ഥയിലാണ് അവർ ജമ്മു കാശ്മീരിൽ നിൽക്കുന്നത്. ഇനി ഹരിയാനയിലാണെങ്കിൽ അവിടുത്തെ ഒരു മുൻ MLAയും മന്ത്രിയും അടക്കം പാർട്ടി വിട്ടുകഴിഞ്ഞു. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് BJPയും നരേന്ദ്രമോദിയും കടന്നു പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരമൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ RSSന്റെ മേധാവി തന്നെ മോദിയെ പരിഹസിച്ച് രംഗത്തെത്തുന്നത് എന്നത് RSSും BJPയും രണ്ട് തട്ടുകളിലായി കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.